വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 14 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഗനേസറത്തിലെ അത്ഭുതങ്ങൾ. അവർ കടൽ കടന്ന് ഗനേസറത്തിലെത്തി. അവിടത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് സകല രോഗികളെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. യേശുവിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവികതയുടെ പ്രസരണം. വെള്ളത്തിന് മീതെ കടലിന്റെ ഉപരിതലത്തിലൂടെ നടന്നുവന്ന യേശു കയറിയ ബോട്ട് അവർ അടുപ്പിച്ചത് ഗനാസറത്ത് തീരത്തായിരുന്നു. അവിടെ വസിച്ചിരുന്ന ആളുകൾ യേശുവിനെ കണ്ട മാത്രയിൽ തന്നെ യേശുവിനെ അവർ തിരിച്ചറിയുന്നു എന്ന് തന്നെയല്ല, വളരെ ഹൃദ്യമായൊരു സ്വീകരണമാണ് അവിടത്തുകാർ യേശുവിന് നൽകുന്നതായിട്ട് നാം കാണുന്നത്. നിമിഷങ്ങൾക്കകം യേശു തങ്ങളുടെ സ്ഥലത്ത് വന്നെത്തിയിട്ടുണ്ട് എന്ന വാർത്ത സമീപവാസികളെ അവരറിയിക്കുകയാണ്. കേട്ടവർ യേശുവിന്റെ അടുത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. അങ്ങനെ വന്നു ചേർന്ന ആളുകളിൽ പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരും അവശത അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ധാരാളം. അവർക്കൊക്കെ യേശുവിനെ ഒന്ന് തൊടണം, ഇത് അവരുടെ വലിയ ആഗ്രഹമാണ്. ആളുകളുടെ ബാഹുല്യം കണ്ടപ്പോ ഒരുപക്ഷെ ശിഷ്യന്മാർ ഇടപെട്ട് കാണും, യേശുവിനെ ശല്യപ്പെടുത്തണ്ട എന്നുള്ള ചിന്തയോടുകൂടെ. സുവിശേഷത്തിൽ നാം വായിക്കുന്നു, അവർ ആ അവസരത്തിൽ യേശുവിനോട് അപേക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും തൊടാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകണമെന്ന്. ദൃക്സാക്ഷി കൂടെയായ വിശുദ്ധ മത്തായി നമ്മോട് പറയുന്നു, യേശുവിനെയും യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ പോലും തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചു എന്നാണ് നാം സുവിശേഷത്തിൽ വായിക്കാനിടവരുന്നത്. യേശുവിലൂടെ പ്രവർത്തിക്കുന്ന ദൈവീകത, ആ ദൈവീകതയുടെ പ്രസരണം നമ്മുടെ ശ്രദ്ധയിലേക്ക് വിശുദ്ധ മത്തായി കൊണ്ടുവരുന്നതായിട്ട് വേണം ഇന്നത്തെ സുവിശേഷം നമുക്ക് മനസ്സിലാക്കാൻ.